എക്കാലത്തെയും മനുഷ്യർ ഏറ്റവുമധികം ചൂഷണം ചെയ്യപ്പെട്ടതും തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടതും അവനിൽ അന്തർലീനമായ ദൈവവിശ്വാസത്തിന്റെ മേഖലയിലായിരുന്നു. പൂർവിക മനുഷ്യൻ ഇടിമിന്നലിനെയും പ്രകൃതി പ്രതിഭാസങ്ങളെയും ആരാധിച്ചിരുന്നുവെങ്കിൽ വൈജ്ഞാനിക രംഗത്തെ അതികായർ പോലും ഇന്ന് ലൈംഗികാവയവങ്ങളെ മുതൽ നിസ്സാരമായ ജീവികളെ വരെ ആരാധിക്കുന്നു. അജ്ഞത, അഹങ്കാരം, പൗരോഹിത്യം, പിഴച്ച പാരമ്പര്യം തുടങ്ങിയ നിരവധി കാരണങ്ങളാൽ ദൈവവിശ്വാസം വികലവും വികൃതവുമാക്കപ്പെട്ടു. ഗ്രഹങ്ങൾ മുതൽ എലികൾ വരെ അചേതനവും സചേതനവുമായ സർവ്വവസ്തുക്കൾക്കും ദിവ്യത്വം കൽപ്പിക്കപ്പെട്ടു. മധ്യവർത്തികളില്ലാതെ, പ്രതിരൂപങ്ങളില്ലാതെ, പ്രതിഷ്ഠകളില്ലാതെ, ശുപാർശകളില്ലാതെ മനുഷ്യന്റെ സ്രഷ്ടാവിനോട് നേർക്കുനേരെ പ്രാർത്ഥിക്കേണ്ടതിനു പകരം പുരോഹിതന്മാരുടെ സ്വാർത്ഥതാൽപര്യങ്ങൾക്കും നിരർത്ഥക ന്യായീകരണങ്ങൾക്കും വിധേയരായി മഹാത്മാക്കളും പുണ്യപുരുഷന്മാരും പ്രവാചകന്മാരും അവരുടെ കബറിടങ്ങൾ വരെയും ആരാധിക്കപ്പെടുന്നു. തങ്ങളുടെ വ്യഥകളും വ്യസനങ്ങളും ഭക്തിനിർഭരതയോടെ അവിടങ്ങളിൽ സമർപ്പിക്കപ്പെടുന്നു. പുരോഹിതന്മാർ ചൂഷണത്തിന്റെ തലപ്പാവണിയുന്നു. പ്രായശ്ചിത്തവും ആരാധനകളും കച്ചവടവൽക്കരിക്കപ്പെടുന്നു. ഭക്തജനങ്ങൾ അന്ധവിശ്വാസത്തിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്നു. മധ്യവർത്തികളായി പുരോഹിതന്മാരും സന്യാസികളും പുണ്യവാളന്മാരും തിരികെ കയറിയപ്പോൾ സ്രഷ്ടാവിൽ നിന്നും മനുഷ്യൻ അകന്നു. അവർ ചമച്ച കള്ളക്കഥകളിൽ കുടുങ്ങി ദൈവമല്ലാത്തവർ ആരാധിക്കപ്പെട്ടു. പ്രാമാണികമല്ലാത്ത ആരാധനകൾ നിർമ്മിക്കപ്പെട്ടു. അവരുടെ സ്വാർത്ഥ താൽപര്യങ്ങളുടെ ഫലമായി മതങ്ങളും വിഭാഗങ്ങളുമുണ്ടായി. പരസ്പരം അടുത്തറിയാൻ പറ്റാത്ത വിധം അവർക്കു ചുറ്റും വൻമതിലുകൾ തീർക്കപ്പെട്ടു. മനുഷ്യനെ നന്നാക്കേണ്ട, ഒന്നാക്കേണ്ട ആത്മീയത കൊല്ലാനുമുള്ള ഉപാധിയായി. അങ്ങനെ ദൈവവും ദൈവീക മതവും പ്രവാചകന്മാരും ദൈവീക നിയമങ്ങളും വിസ്മരിക്കപ്പെട്ട് ആത്മീയ രംഗം കറുത്തിരുണ്ടു. ആ